നിവേശകങ്ങളുടെ അളവിലുണ്ടാകുന്ന മാറ്റം ഉൽപ്പന്നങ്ങളുടെ അളവിലും മാറ്റം വരുത്തുമെന്ന് നാം പഠിച്ചു. ഉൽപ്പന്നത്തിൻ്റെ ആവശ്യം വർദ്ധിക്കുന്ന സമയത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടി വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി സാധിക്കില്ല. എല്ലാ നിവേശകങ്ങളുടെ അളവിലും മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. ഹ്രസ്വകാലത്തിൽ ചില നിവേശകങ്ങളുടെ അളവിൽ മാത്രമേ നമുക്ക് മാറ്റം വരുത്താനായി സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഹ്രസ്വകാലത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്ത നിവേശകങ്ങളെ സ്ഥിര നിവേശകങ്ങളെന്ന് വിളിക്കും. ചെറിയ കാലയളവിൽ ഭൂമിയുടെ അളവിലും സംഘാടനത്തിൻ്റെ അളവിലും നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്താനായി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവയെ സ്ഥിര നിവേശകങ്ങളെന്ന് വിളിക്കാം. ഹ്രസ്വകാലത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി മാറ്റം വരുത്താൻ കഴിയാത്ത ഉൽപ്പാദന ഘടകങ്ങളെ അഥവാ നിവേശകങ്ങളെയാണ് സ്ഥിര നിവേശകമെന്ന് പറയുന്നത്. എന്നാൽ ഹ്രസ്വകാലത്ത് നമുക്ക് മാറ്റം വരുത്താനായി സാധിക്കുന്ന ചില നിവേശകങ്ങളുണ്ട്. തൊഴിലാളികളുടെ എണ്ണം, അതുപോലെ തന്നെ മൂലധനത്തിൻ്റെ അളവ്. ഇതൊക്കെ നമുക്ക് ഒരു ചെറിയ കാലയളവിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി സാധിക്കും. ഇത്തരം നിവേശകങ്ങളെ അസ്ഥിര നിവേശകങ്ങളെന്ന് വിളിക്കുന്നു. അപ്പോൾ നിവേശകങ്ങളെ രണ്ടായി തരംതിരിക്കാം. സ്ഥിര നിവേശകങ്ങളെന്നും അസ്ഥിര നിവേശകങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഇത്തരത്തിൽ നിവേശകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ച വസ്തു മാർക്കറ്റിൽ വിൽപ്പനക്കായി എത്തിക്കുമ്പോൾ ഉപഭോക്താക്കൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. ഒരു ഉപഭോക്താവ് സാധനം വാങ്ങുന്നതിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്നാമതായി പറയുന്നത് ഉപഭോക്താവിൻ്റെ വരുമാനം. ഒരു വസ്തു എത്ര വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് ഉപഭോക്താവിൻ്റെ വരുമാനം. രണ്ടാമത്തെ ഘടകമാണ് വസ്തുവിൻ്റെ വില. ഒരു വസ്തുവിൻ്റെ വില മാറുന്നതിനനുസരിച്ച് വാങ്ങുന്ന അളവിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തേതാണ് ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വില. നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന മാറ്റം നമ്മൾ വാങ്ങുന്ന വസ്തുവിൻ്റെ അളവിനെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊന്നാണ് അഭിരുചികളും താല്പര്യങ്ങളും. ഉപഭോക്താവിൻ്റെ അഭിരുചികളും താല്പര്യങ്ങളും ഒരു വസ്തു എത്ര വാങ്ങണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഒരു വസ്തുവിൻ്റെ വാങ്ങുന്ന അളവിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കാലാവസ്ഥ. ചില വസ്തുക്കൾ ചില കാലാവസ്ഥയിൽ കൂടുതലായി വിറ്റുപോകും. ഉപഭോക്താവിൻ്റെ പരിസ്ഥിതി അവബോധമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇതിനനുസരിച്ചായിരിക്കും ഉപഭോക്താവ് വാങ്ങുന്ന അളവ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഉപഭോഗത്തെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഉപഭോക്താവ് വാങ്ങുന്ന അളവിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം.